ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ പടിപടിയായുള്ള ഉയർച്ചയുടെയും വളർച്ചയുടെയും കേന്ദ്രങ്ങളായിരുന്നു. വിദ്യാഭ്യാസപരമായി, സാമൂഹ്യപരമായി, സാംസ്കാരികപരമായി പിന്തള്ളപ്പെട്ടുപോയ ജനവിഭാഗത്തെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കേന്ദ്രങ്ങളായിട്ടാണ് ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠകളെ കണ്ടിരുന്നത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയോടനുബന്ധിച്ച് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് പ്രതിഷ്ഠാനന്തരം ആ പാറപ്പുറത്ത് പച്ചിലച്ചാറുകൾ കൊണ്ട് ഗുരുദേവൻ എഴുതിവെച്ചു. തുടർന്ന് ഓരോ പ്രതിഷ്ഠകളിലും തനതായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനനുസൃതമായ കൃതികൾ രചിച്ചിട്ടുണ്ട്. 1912 പ്രതിഷ്ഠാ സങ്കല്പത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് പൂജാ സംവിധാനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് 1912 ശ്രീനാരായണ ഗുരുദേവൻ ശിവയുടെ താഴ്വരയിൽ ശാരദാംബയെ പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം തുടർന്ന് നൽകിയ സന്ദേശത്തിൽ പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണമെന്ന് ഗുരു പറഞ്ഞു. 1920 തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കിൽ ഗുരു ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നിർവഹിച്ചു. അവിടെ ദേവനെയും ദേവിയുമെന്ന് അല്ല പ്രതിഷ്ഠിച്ചത്, കത്തിച്ചു വച്ച നിലവിളക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാവർക്കും ജ്ഞാനമുണ്ടാകട്ടെ, എല്ലാവർക്കും അറിവുണ്ടാകട്ടെ, എല്ലാവർക്കും പ്രകാശമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കത്തിച്ചു വെച്ച നിലവിളക്കാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. തൊട്ടടുത്ത് തിരുവനന്തപുരം ജില്ലയിലെ കാരമുക്കിൽ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠ നിർവഹിച്ചു. അവിടെയും ദേവനെയും ദേവിയുമല്ല പ്രതിഷ്ഠിച്ചത്. അവിടെ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് ആലേഖനം ചെയ്ത പ്രഭയാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. ഈ സമൂഹം സത്യസന്ധമായും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് പോകണം എന്ന ഉദ്ബോധനം നൽകിക്കൊണ്ടാണ് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന ആലേഖനം ചെയ്ത പ്രഭ പ്രതിഷ്ഠിച്ചത്. ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കളവങ്കോടത്തും ഉല്ലലയിലും ഗുരു പ്രതിഷ്ഠിച്ചത് പ്രണവപ്രതിഷ്ഠയായിരുന്നു. പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായ പ്രണവപ്രതിഷ്ഠ നിർവഹിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. കല്ല് മുതൽ കണ്ണാടി വരെ എന്ന് ആലങ്കാരികമായി പറയുന്ന ക്ഷേത്ര പ്രതിഷ്ഠകൾ യഥാർത്ഥ ശിവലിംഗ പ്രതിഷ്ഠ മുതൽ പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായ പ്രണവപ്രതിഷ്ഠ വരെയുള്ള ക്ഷേത്ര പ്രതിഷ്ഠയാണ് ഗുരു നിർവഹിച്ചത്. അപ്പോൾ ആരാധനയിലൂടെ, ഈശ്വര വിശ്വാസത്തിലൂടെ, ഈശ്വര ആരാധനയിലൂടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക്, പരബ്രഹ്മ സ്വരൂപത്തിൽ വിലയം പ്രാപിക്കുന്ന തലത്തിലേക്ക് പടിപടിയായി ആത്മീയ സാധനയിലൂടെ ഉയർന്നു വരണം, സമൂഹം ഉയരണം, വളരണം എന്ന വലിയ സന്ദേശമാണ് ഈ പ്രതിഷ്ഠകളിലൂടെ, പ്രതിഷ്ഠാ സങ്കല്പത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്.